ഈവനിങ് മീറ്റിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എലമെന്റ്സ് വെൽനസിന്റെ ബിലോ 37 എന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ബിലോ 37 കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പകർച്ചപ്പനി, ജലദോഷം എന്നിവ തടയുന്നു. ശരീരത്തിനുണ്ടാകുന്ന അമിത ഊഷ്മാവ് കുറയ്ക്കുന്നു. ക്ഷീണമോ തളർച്ചയോ ഇല്ലാതെ പനിയിൽ നിന്നും മോചനം നേടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു എന്താണ് നേടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. എന്താണ് 37 എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. എന്താണ് പനി? നമ്മുടെ ശരീരത്തിന്റെ ഒരു റിയാക്ഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്നും വരുന്ന ബാക്ടീരിയ, വൈറസ് ശരീരത്തിന്റെ അകത്തേക്ക് കടക്കുകയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പിന്നെ ശരീരത്ത് കടക്കുമ്പോൾ ശരീരം കാണിക്കുന്നതാണ് പനി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോഡക്റ്റ് ആയ എലമെന്റ്സ് വെൽനസിന്റെ ബിലോ 37 എന്ന പ്രോഡക്റ്റ് കഴിച്ചാൽ വളരെ നല്ല ആശ്വാസമാണ് കിട്ടുന്നത്. ഈ പ്രോഡക്റ്റ് പനി, ശരീരം വേദന, തലവേദന എന്നിവയ്ക്കുള്ള ശാരീരിക ബുദ്ധിമുട്ട് വരെ മാറിക്കിട്ടാൻ വളരെ നല്ല ആശ്വാസമാണ് കിട്ടുന്നത്. ഇപ്പോൾ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല. കാരണം അത് ശരീരത്തെ വളരെയധികം മോശകരമായാണ് ബാധിക്കുന്നത്. പക്ഷെ നമ്മുടെ ബിലോ 37 കൊടുത്താലോ കഴിച്ചാലോ വളരെ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. യാതൊരു ദോഷഫലങ്ങളോ ഇതിൽ നിന്നും ഉണ്ടാകാറില്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. കിരിയാത്ത്, നീലവേപ്പ്, തുളസി, ചിറ്റമൃദു, കൂവളം, തൃക്കടു, ചൂർണം, കുരുമുളക്, ത്രിഫല ചൂർണം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ. പിന്നെ ഇതിനകത്ത് എന്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒക്കെ എനിക്ക് നല്ല രീതിക്ക് പനിയും ശരീരം വേദനയും ചുമയൊക്കെ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി ഇതേപോലെ കാണിച്ചെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അത്ര നല്ല ഇതായിട്ട് കുറഞ്ഞിട്ടില്ലായിരുന്നു. ശരീരം വേദനയും തലക്ക് നല്ല ഭാരമായിട്ടൊക്കെ ഇതേപോലെ തോന്നുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ബിലോ 37 രാവിലെയും വൈകിട്ടുമായിട്ട് ഇതേപോലെ കഴിച്ചപ്പോൾ എനിക്ക് വളരെ നല്ല ആശ്വാസമാണ് കിട്ടിയത്. പിന്നെ ഇന്ന് പ്രോഡക്റ്റ് ചെറുതായിട്ട് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മാറുന്നില്ലായിരുന്നു. ഇപ്പൊ കഫ്നിൽ കുടിച്ചോണ്ടിരിക്കുക. അപ്പം അത് കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതേപോലെ തന്നെ പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തൊണ്ട ഇച്ചിരി പ്രശ്നമാണ്. അത് കാരണം ഇച്ചിരി ചുരുക്കിയാണ് പറഞ്ഞത്. ഓക്കെ സാർ.